അയ്യോ എത്രണ്ണാന്ന്. സോ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഈ ഒരു ടാങ്ക് നമ്മൾ ക്ലീൻ ആക്കാൻ പോവാണ്. ആക്ച്വലി ഇതിൽ ഫിലോപ്പി ഉണ്ടായിരുന്നു. ഫിലോപ്പി നമ്മൾ ഓൾറെഡി മുന്നേ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പം വലുതായി. പിന്നെ ഈ ടാങ്ക് ലീക്ക് ആയതുകൊണ്ട് തന്നെ ഈ ടാങ്കിൽ പുതിയ ഷീറ്റ് തിരിച്ച് ടാങ്ക് മൊത്തത്തിൽ മാറ്റാൻ പോകുന്നു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ആ ബാക്കിയുള്ള കുറച്ച് ഫിലോപ്പി കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ മീൻസ് അത് കുറച്ച് വലുതായി. അതിനൊക്കെ ഒന്ന് പിടിക്കണം. അതിന് മുന്നേ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് മാറ്റണം. സോ നമ്മൾ ടാങ്ക് മൊത്തം എടുത്ത് മാറ്റിയിട്ടുണ്ട്. വല മൊത്തം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇറങ്ങിയിട്ട് വേണം പിടിക്കാൻ. അല്ലാതെ പിടിക്കാൻ ഒരു വഴിയില്ല. ഹലോടാ. സോ നമുക്കിനി ഇറങ്ങി പിടിക്കാം. അതിനു മുന്നേ നമുക്ക് നെറ്റ് പിടിക്കേണ്ട. നെറ്റ് അത് അവിടെ എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ് കൊടുത്തോടാ. നമ്മൾ കല്യാശ്ശേരി ഓക്കെ. സാധനം ഇവിടെ ഉണ്ട്. ഇനി നീ കുറച്ചു നേരം ക്യാമറ ഓടി. മീൻ ഇടാ. വേണ്ട. ജാനു എന്നാ ഇത് ഇത്ര ചെറുത്. അതും ചെറുത്. പുല്ലനാ ഫിലോപ്പി. വലുതല്ല, എല്ലാം ചെറുതാ. പക്ഷെ കൊറേ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഒരു 3-4 ഉണ്ടാവുമല്ലോ. പക്ഷെ അല്ല. അയ്യോ എത്രണ്ണാന്ന്. എടാ ബക്കറ്റ് എടുക്കട ഇടുമ്പോ. എന്തിനി പോറ്റാനരിയോ? അങ്ങനെ നിക്കത്തില്ല അമ്മച്ചി, ചെറുതല്ലേ. അടുക്ക പോലെ പോലെ ഇതായിട്ട് അപ്പറായിട്ട് വീണ് പോയിട്ടുണ്ടെങ്കിൽ പെട്ടു. ഉള്ളതില് വലുത്. പക്ഷെ ഈ ചെറിയ ടാങ്കിൽ ഇത്രയും നാളെ എങ്ങനെയാ നിന്നേ? വലുതില്ല, ഈ സൈസേ ഉള്ളു. ടാങ്ക് മൊത്തം കീറി. വലുതല്ല, ചെറുതാ. പത്തൊന്നല്ല, അതിൽ കൂടുതലുണ്ട്. ഇന്ന് കലക്കും വെള്ളം.
സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് 3-4 മാത്രമേ കിട്ടുമെന്ന്. പക്ഷെ ഇവിടെ ഇപ്പം എന്താന്ന് വെച്ചാൽ ഒരു 10 കൂടുതൽ സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ കൊല്ലണോ അത് തിരിച്ച് ടാങ്കിൽ വലുതാവുന്നവരെ ഇടണോ എന്നുള്ള ഡൗട്ടാണ്. ഞാൻ ആക്ച്വലി അതിനെ പിടിച്ച് ഈ ടാങ്ക് മൊത്തം മാറ്റി ഇതിൽ വേറെ ഏതെങ്കിലും മീനെ കൊണ്ടുവരാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ ഇപ്പം എന്താ സംഭവിച്ചു വെച്ചാൽ 15 എണ്ണമുണ്ട്. അപ്പോൾ അതും ചെറുതാണ്. അപ്പം അതിനെല്ലാത്തിനെയും പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വീണ്ടും ഈ ടാങ്ക് വൃത്തിയാക്കിയിട്ട് അതിന് ഇതിലേക്ക് തന്നെ ഇടാനാണ് പ്ലാൻ. അപ്പോൾ ഇത് മൊത്തം ഇവിടെ ലീക്കൊക്കെ ആയിട്ടുണ്ട്. ലീക്കൊക്കെ മാറ്റാൻ പുതിയ ഷീറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും അതിന് ഇതിലേക്ക് തന്നെ ഇടും. ഓക്കെ, കോരിയിട്. പാട്ട പാട്ട കോരാം. വാ കോരി. വേണ്ട ഞാൻ വെറുതെ പറഞ്ഞു. ഇതെല്ലാം ചെടിക്ക് ഇങ്ങനെ ഒഴിച്ചാൽ അമൃതമാണ്. അപ്പം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ ഒരു ബക്കറ്റിലേക്ക് മാറ്റുന്നു. വേറെ ഒന്നിനുമല്ല, ചെടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഒഴിച്ചാൽ ചെടി നല്ല രീതിയിൽ വളരും. കാരണം ഇതിൽ മൊത്തമുള്ളത് ഇതിൻ്റെ കഷ്ടമാണ്. വെള്ളം മൊത്തം നമ്മൾ വറ്റിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി പുതിയ ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രീൻ നെറ്റൊക്കെ അറിയാം. ഇതൊക്കെ മുന്നേ ഉണ്ടായ പ്രാവിൻ്റെ കൂട്ടിലുണ്ടായ ഗ്രീൻ നെറ്റാണ്. ഇതിന് ആവശ്യമില്ല, ഇതെടുത്തിട്ട് അടിയിലിരിക്കാം. കാരണം കുറച്ചുകൂടി സോഫ്റ്റ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പം പിന്നെ ചെറിയ പൂഴിയും കല്ലൊക്കെ ഉണ്ട്. സോ അത് തട്ടിയിട്ട് വീണ്ടും എന്താ പറയുക ഹോളാവണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചത് അത്യാവശ്യം വലുതാണെന്ന് തോന്നുന്നു. കാരണം നല്ല പോലെ ലെങ്ത് ഉണ്ട്. എന്തായാലും ഇത് മൊത്തം സെറ്റാക്കിയിട്ട് കാണിക്കാം. കാരണം നമ്മുടെ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഷീറ്റ് സെറ്റാക്കി വെള്ളം നിറച്ച് ഇനി മീൻ ഇട്ടാൽ മാത്രം മതി. എന്നിട്ട് ഇത് മൊത്തം എടുത്തിട്ട് നമുക്ക് ഈ വലയൊക്കെ കെട്ടണം. ഇല്ലെങ്കിൽ മറ്റേ കൊക്ക് വന്നിട്ട് ഇവിടെ നല്ല രീതിയിൽ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് കൊണ്ടുപോകാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷെ ഇതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം നിറയ്ക്കാറുണ്ട്. എങ്ങനെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നെറ്റ് മൊത്തം എടുത്ത് ഫുൾ കെട്ടിയിട്ടുണ്ട്. കാരണം ഓൾറെഡി ലേറ്റായി ഇന്ന്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഫിഷിനെ പിടിച്ചിട്ട് അതിലേക്ക് തന്നെ ഇടാം. എന്തായാലും ഇവറ്റകൾക്ക് ഭാഗ്യമുണ്ട്. കാരണം ഇന്ന് കറി വെക്കാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ തൽക്കാലം ഞാൻ കറി വയ്ക്കുന്നില്ല. കുറച്ചുകൂടി വലുതായിട്ട് മാത്രമേ ഞാൻ പിടിച്ച് കറി വയ്ക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലുണ്ട്. കാരണം ഇത് ഞാൻ വാങ്ങിച്ചതല്ല. ഞാൻ മുന്നേ വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെണ്ണം എല്ലാത്തിനും പിടിച്ച് കറിയാക്കി. എന്നിട്ട് ഈ ടാങ്കിൽ കുറച്ച് ഗപ്പീനെ മാത്രം ഇട്ടേ. കുറച്ച് ടാങ്ക് ലീക്കായതുകൊണ്ട്. പിന്നെ ആ ചെറുത്, അതായത് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മുന്നേ വാങ്ങിച്ചതിൻ്റെ, അത് വലുതായതാണ് ഇത് കാണുന്ന മൊത്തം. ഇതിനങ്ങനെ തന്നെ തട്ടാല്ലേ. ഓരോന്നിനെ പിടിക്കാൻ നിന്നാൽ കൈക്ക് ചിലപ്പോൾ നല്ല കുത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല പോലെ വേദനിക്കും. സോ ഓക്കെ, ബൈ. അങ്ങനെ എല്ലാത്തിനും ഇട്ടിട്ടുണ്ട്. സോ എന്നിട്ട് ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് പിടിക്കാം. കാണാൻ പറ്റത്തില്ല കാരണം ലൈറ്റ് അടിക്കണം.